കൊച്ചി തീരത്തെ കപ്പലപകടം ബാധിച്ച മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ 1000 രൂപയും 6 കിലോ അരിയും നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം പ്രഖ്യാപനം മാത്രമായെന്ന് മത്സ്യത്തൊഴിലാളികൾ. പ്രഖ്യാപനം നടന്ന് ആഴ്ചകൾ കഴിഞ്ഞിട്ടും തങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികൾക്കായിരുന്നു താൽക്കാലിക ആശ്വാസം നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. സാധനങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, കിട്ടിയാൽ കിട്ടി, അനൗൺസ്മെന്റ് ചെയ്യും. ഇത് കിട്ടുമ്പോഴത്തേക്കും മനുഷ്യൻ ഒരു പാതി വഴിയാകും. ഇതാണ് ഇവിടുത്തെ സത്യാവസ്ഥ. വാർത്തയിൽ പറഞ്ഞതേ ഉള്ളൂ, കിട്ടിയില്ല. അത് കിട്ടിയാൽ നമുക്കൊന്നും ആകത്തില്ല. ഇപ്പം എല്ലാവരും പട്ടിണിയാണ്. ആശ്വാസ പദ്ധതി പോലും ഞങ്ങൾക്കില്ലാതെ ഇപ്പം ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. അത് ഇപ്പം സർക്കാർ പറഞ്ഞിട്ട് പോകണമെന്നല്ലാതെ തിരിഞ്ഞു നോക്കുന്നില്ല. അത് ഞങ്ങൾക്ക് തന്നിട്ട് ഒരു ദിവസത്തെ ഇതുപോലില്ല. 1000 രൂപ 6 കിലോ അരി അതുപോലെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളുടെ റേഷൻ കടയിൽ ചോദിക്കുന്നുണ്ട്. ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞു തരാമോ, യഥാർത്ഥ മത്സ്യത്തൊഴിലാളി ആണെങ്കിൽ അവർ ലിസ്റ്റ് ഇടുമെന്ന്. അപ്പൊ ഈ തീരദേശവാസി താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി അല്ലാതെ ആരാണ്? ഒരു വീട്ടിൽ 2-3 കുടുംബങ്ങൾ ജീവിക്കുന്നത്. കടലിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുക? എല്ലായിടത്തും പോയി ചോദിച്ചു, ഫിഷറീസിൽ പോയി ചോദിച്ചു, അക്ഷയയിൽ പോയി ചോദിച്ചു. പറഞ്ഞു മന്ത്രി ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, എന്നിട്ട് നമുക്കൊരു ആനുകൂല്യവും ഇല്ല എന്ന് പറഞ്ഞു. വിവരങ്ങളുമായി സ്വാന്തന സജു നമുക്കൊപ്പം ചേരുകയാണ്. സ്വാന്തന സജു, ഗുഡ് ഈവനിംഗ്. പ്രഖ്യാപനം നടന്നിട്ട് ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചയായി. താൽക്കാലിക ആശ്വാസം എന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഈ കാലതാമസം വന്നത്? സുജ, കപ്പലപകടത്തിന്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു 4 ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക്, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, ഈ 4 ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ 1000 രൂപയും 6 കിലോ അരിയും നൽകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. കാരണം ഈ കപ്പലപകടത്തിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ തീരപ്രദേശത്തെ ആളുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രഖ്യാപനം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തിയത്. പക്ഷേ അത് നടത്തിയപ്പോൾ ഏതാണ്ട് 3 ആഴ്ച പിന്നിടുകയാണ് സുജ. പക്ഷേ ഇതുവരെയും അത് ഈ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. അരിയുടെ കാര്യം സ്വാഭാവികമായി നമുക്കറിയാം, അത് റേഷൻ കടയിൽ നിന്നായിരിക്കും ലഭിക്കുക. അപ്പോൾ ഈ പല ആളുകളും നേരത്തെ ആ ബൈറ്റിൽ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ റേഷൻ കടയിലൊക്കെ പോയി ചോദിച്ചു, ഞങ്ങൾക്ക് വേണ്ടി 6 കിലോ അരി വന്നിട്ടുണ്ടോ? പക്ഷേ റേഷൻ കടക്കാർ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യമാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളുടെ ലിസ്റ്റ് ഇട്ട് അവർക്ക് നൽകും എന്നുള്ള കാര്യം കൂടി ചില ആളുകളോട് റേഷൻ കടയിൽ നിന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് ആരാണ് യഥാർത്ഥ മത്സ്യത്തൊഴിലാളികൾ? ഈ 4 ജില്ലയിലെയും തീരത്ത് താമസിക്കുന്ന ആളുകളൊക്കെ തന്നെയും ഈ കപ്പലപകടത്തിൽ വലിയ രീതിയിൽ ദുരന്തം അനുഭവിച്ച ആളുകളാണ്, വലിയ രീതിയിൽ പ്രശ്നം അനുഭവിച്ച ആളുകളാണ്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ, യഥാർത്ഥ മത്സ്യത്തൊഴിലാളികൾ എന്നുള്ള മാനദണ്ഡം സർക്കാർ എങ്ങനെയാണ് നിശ്ചയിക്കുക എന്നുള്ള കാര്യമാണ് അവർ ചോദിക്കുന്നത്. പിന്നെ 1000 രൂപ അത് ഏത് വഴിയാണ് വരുന്നത്, ഏത് ബാങ്കിലാണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ കയ്യിലേക്ക് പണം എത്തുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു നിലപാട് അവരെ അറിയിച്ചിട്ടില്ല. അല്ലെങ്കിൽ എങ്ങനെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഇന്നും അവ്യക്തത മാത്രമാണ് സുജയ ബാക്കിയുള്ളത്. എത്രയും പെട്ടെന്ന് ഒരു ആശ്വാസമായി അവർക്ക് നൽകേണ്ട തുകയും അരിയും ഒക്കെയാണ്, അത് തന്നെ അവർക്കൊന്നുമില്ല. പക്ഷേ ഈ 1000 രൂപ 6 കിലോ അരി എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ തുച്ഛമായ ഒരു സഹായമാണ്. പക്ഷെ അതുപോലെ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ തീരമേഖലയിലൊക്കെ തന്നെയുമുണ്ട് സുജയ. വലിയ വെറുതെയാണ് തീരമേഖലയിലുള്ളത്. അതിന്റെ കൂടെ കടൽക്ഷോഭവും കൂടെ രൂക്ഷമായതോടെ തീരത്തെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും സർക്കാർ കണ്ടു തുറന്ന് ഇത് നൽകണമെന്നുള്ള ആവശ്യം തന്നെയാണ് സുജയ അവരിപ്പോൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം അത് പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങരുത്. ആഴ്ചകൾ പിന്നിട്ടു, തൊഴിലാളികൾ കാത്തിരിക്കുകയാണ്. അവർ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആ പ്രഖ്യാപിച്ചതങ്ങ് കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.